വിടരുത്. അരുണിമേ, നിനക്കെന്താ പറ്റിയേ? എനിക്ക് ആ ബോട്ടിലെ വെള്ളം കാണുമ്പോ ഭാർഗവ പണിക്കിന് പറഞ്ഞത് ഓർമ്മ വരുന്നത്. മിഥുന് ജലകണ്ടാന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും നടക്കരുത് ഇത് പ്രാർത്ഥിച്ചതെന്നെ അവന് സംഭവിച്ചല്ല ചേട്ടാ. മിഥുന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അപകടത്തിന്റെ ദുർനിമിത്തങ്ങൾ പലതവണ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ചേട്ടനോടും അമ്മയോടും പ്രിയവതിയോടും ഒക്കെ പലപ്പോഴായിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടില്ലേ? പക്ഷെ നിങ്ങൾ ആരും ഞാൻ പറഞ്ഞത് മുഖവിലക്കെടുത്തില്ല. എന്റെ വിഷമം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അതൊക്കെ മിഥുനോടുള്ള എന്റെ സ്നേഹം കൂടുതൽ കൊണ്ടാണെന്നും പൊസസീവ്നെസ് കൊണ്ടാണെന്നും നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്തായി? ഭാർഗവ പണിക്കിന് പറഞ്ഞ പോലെ എന്റെ തോന്നലൊക്കെ ശരിയായിരുന്നു. ഈ അമ്മയുടെ വിഷമം ആരും മനസ്സിലാക്കിയില്ലല്ലോ ചേട്ടാ. അരുണിമേ, മിഥുൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള നിന്റെ ഭയം സത്യമാണ്. മിഥുൻ ജനിച്ച സമയം വെച്ച് നോക്കുമ്പോ അവന് മാർക്കണ്ഡേയ ദോഷമുണ്ട്. മാർക്കണ്ഡേയ ദോഷമോ? അതെന്തെങ്കിലും ആപത്താണോ പണിക്കരെ? മറ്റേത് ദോഷത്തിനും നിവാരണത്തിന് മാർഗമുണ്ട്. പക്ഷേ മാർക്കണ്ഡേയ ദോഷത്തിന് അങ്ങനെയൊന്നില്ല. ആ ദോഷത്തിന്റെ പ്രഭാവം എങ്ങനെയാണെന്നാൽ ആകാശത്തെ കാർമേഘങ്ങൾ മൂടും പോലെ മരണം മിഥുനെ ആവരണം ചെയ്യും. ഈ ജാതകമുള്ളവർക്ക് ഇതിൽ നിന്നും ഒരു രക്ഷ വളരെ വിരളമാണ്. പണിക്കരെ, ഇതിനൊരു പരിഹാരമില്ലേ? ഉണ്ട്, പക്ഷേ അതും വളരെ പ്രയാസമേറിയതാണ്. പണിക്കരെ, ദോഷനിവാരണത്തിന് വേണ്ടി എന്ത് യാഗമോ ഹോമമോ എന്ത് വേണമെങ്കിലും നടത്തിക്കൊള്ളൂ. 24 മണിക്കൂറും പൂജ ചെയ്യാം. എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും മുടക്കം വരാതെ ഞാൻ നോക്കിക്കോളാം പണിക്കരെ. ഈ ദോഷനിവാരണത്തിന് വേണ്ടി യാഗവും പൂജയും ഒന്നുമല്ല വേണ്ടത്. മിഥുനെ ഉടനെ കല്യാണം കഴിപ്പിക്കണം. പണിക്കര് പ്രയാസമുള്ള കാര്യമെന്ന് പറഞ്ഞിട്ട് കല്യാണമല്ലേ? എന്റെ മോനെ കെട്ടാൻ 100,000 പെമ്പിള്ളേരെ ക്യൂ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അതിലൊരാളെ കണ്ടെത്തി മിഥുന്റെ കല്യാണം നടത്തിക്കോളാം. അങ്ങനെ ആരെയെങ്കിലും കൊണ്ട് മിഥുനെ കല്യാണം കഴിപ്പിച്ചിട്ട് കാര്യമില്ല. മിഥുന്റെ ജാതകദോഷത്തിന് ചേർന്ന ജാതകം 1,00,000 മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയുള്ളൊരു ജാതകമുള്ള പെൺകുട്ടിയെ നിങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ളൊരു ജാതകമുള്ള പെൺകുട്ടിക്ക് മാത്രമേ മിഥുനെ വരാനിരിക്കുന്ന ആപത്തിൽ നിന്നും രക്ഷിക്കാനാവൂ. മരണത്തിന് നിവാരണം അമൃതമാണ്. ഇനി മിഥുന്റെ ജാതകത്തിലെ ദോഷത്തിന് നിവൃത്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ജാതകക്കാരിയെ തേടി കണ്ടെത്തി കല്യാണം നടത്തണം. അവന്റെ നിഴലായി അവൾ എപ്പോഴും കൂടെയുണ്ടാവണം. ഇരുണ്ട കാർമേഘാവൃതമായ ആകാശത്തെ വെള്ളി നക്ഷത്രങ്ങൾ തെളിയാൻ മേഘരാഗമായി അവൾ തെളിഞ്ഞിറങ്ങണം. ആ പെൺകുട്ടിയെ പെട്ടെന്ന് കണ്ടെത്തൂ. ശരി പണിക്കരെ.
ഭാർഗവ പണിക്കര് പറഞ്ഞ ശേഷം നമ്മൾ എത്ര പെൺകുട്ടികളുടെ ജാതകം നോക്കിയതാ. പക്ഷെ എല്ലാം എവിടെ ചെന്ന് അവസാനിച്ചു. നിങ്ങൾ ഈ കൊണ്ടുവന്ന ഒരു ജാതകവും ചേരുന്നില്ല. നിങ്ങളിങ്ങനെ കാലം കടത്തിക്കൊണ്ടുപോയാൽ വരാനിരിക്കുന്ന അപകടങ്ങൾ അവന്റെ ജീവനെടുക്കും. ഭാർഗവ പണിക്കരെ, എന്താ സംഭവം? പണിക്കരുടെ മുഖത്തെന്താ പെട്ടെന്നൊരു വല്ലായിക പോലെ? ജയദേവനന്ദ, മാർക്കണ്ഡേയ ദോഷം ലക്ഷത്തിലൊരാൾക്കേ ഉണ്ടാവാറുള്ളൂ. ഇങ്ങനെയൊരു ജാതകദോഷമുള്ളവർക്ക് ഗ്രഹസ്ഥിതി അനുസരിച്ച് ദോഷങ്ങളുടെ പ്രഭാവവും മാറിക്കൊണ്ടിരിക്കും. എവിടെ എന്ത് അപകടം പതുങ്ങിയിരിക്കുന്നെന്ന് പോലും നമുക്ക് പറയാനാവില്ല. ഇപ്പൊ മിഥുന്റെ ജാതകത്തിൽ അഗ്നികണ്ഠം കാണുന്നുണ്ട്. എന്താ പണിക്കരെ പറയുന്നത്? അതെ അരുണമേ, അഗ്നിയാൽ മിഥുനൊരു അപകടം സംഭവിക്കാൻ പോകുന്നതേയുള്ളൂ. മിഥുൻ സാധാരണ പോകുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്താവും അഗ്നിയുടെ രൂപത്തിൽ ആ അപകടം അവനെ വേട്ടയാടാൻ പോകുന്നത്. ഞാൻ ഇനി മിഥുനെ എങ്ങോട്ടേക്കും പറഞ്ഞയക്കില്ല. അവനെ ഞാൻ വീട്ടിൽ തന്നെ ഇരുത്തിക്കോളാം. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അരുണമ എത്ര തടസ്സം നിന്നാലും വരാനിരിക്കുന്നത് വഴിയിൽ തങ്ങില്ല. സംഭവിക്കാൻ നിയോഗിക്കപ്പെട്ടതെല്ലാം ഉറപ്പായും സംഭവിച്ചിരിക്കും. ഇത് മിഥുന്റെ ജാതകത്തിലെ വിധിലിഖിതമാണ്. അന്ന് ഭാർഗവ പണിക്കര് പറഞ്ഞ പോലെ ജഗദീഷിന്റെ മേഘനയുടെയും കല്യാണത്തിനിടയ്ക്ക് മിഥുൻ അഗ്നിയിലൊരു അപകടം ഉണ്ടായി. അന്ന് അവനെ മേഘന രക്ഷിച്ചതുകൊണ്ട് മാത്രം നമുക്ക് അവനെ ജീവനോടെ തിരിച്ചു കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ അന്നേരം ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇപ്പോഴൊരു ആദ്യം. എന്നുവെച്ചാ അഗ്നിയിലുണ്ടായ അപകടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി മിഥുനെ രക്ഷപ്പെടുത്തിയെന്നോ? അതെ ഭാർഗവ പണിക്കരെ, അവളെന്ന് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മിഥുൻ ജീവനോട് അഗ്നിക്കിരയായെന്നെ. ആ പെൺകുട്ടിയുടെ ജാതകം കിട്ടാൻ വല്ല വഴിയുണ്ടോന്ന് നോക്ക്. ഞാനൊന്ന് ഗണിച്ചു നോക്കട്ടെ. ഞങ്ങൾ ശ്രമിക്കാം. ജയേട്ടനൊന്ന് ചെല്ല്. ആ കുട്ടിയുടെ ജാതകം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക്. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോകാം. നോക്ക്, ഇതാണ് മേഘനയുടെ ജാതകം. അവള് തൊട്ടതെല്ലാം പൊന്നാവുന്ന ജാതകത്തിൽ എഴുതിയിരിക്കുന്നത്. ഹലോ ജയേട്ടാ. ഹലോ അരുണിമേ, മേഘനയുടെ ജാതകം കിട്ടിയിട്ടുണ്ട്. അത് എനിക്കൊന്ന് അയക്കാം. ഞാൻ ഇപ്പൊ തന്നെ പണിക്കരെ കാണിക്കാം. ആയിക്കോട്ടെ, ദേ ഇപ്പൊ തന്നെ അയക്കാം.
വിവേക്, നീ വല്യച്ഛനൊന്ന് വീഡിയോ കോൾ ചെയ്യേ. പണിക്കർക്ക് പറയാനുള്ളതെല്ലാം വല്യച്ഛൻ നേരിട്ട് തന്നെ കേട്ടോട്ടെ. ആ ശരി വല്യമ്മ. വലിച്ച പണിക്കരമ്മാവന് പറയാനുള്ള കാര്യം വല്യച്ഛനോട് കൂടി കേൾക്കാൻ പറഞ്ഞു. ആ ശരി. അരുണിമേ, പണിക്കരെ, ഈ പെൺകുട്ടിയുടെ ജാതകത്തിന് മിഥുന്റെ ജാതകവുമായിട്ട് സകല പൊരുത്തങ്ങളുമുണ്ട്. ഈ പെൺകുട്ടിയും മിഥുനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ ആ മാർക്കണ്ഡേയ ദോഷത്തിന്റെ പ്രഭാവം കുറഞ്ഞ് പെൺകുട്ടിയുടെ ജാതകത്തിന്റെ പ്രഭാവത്താൽ മിഥുന്റെ ജാതകത്തിന് ശക്തി കൂടുമെന്നാ കാണുന്നത്. അവൾ അവളുടെ ഭർത്താവിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കോളും. സാവിത്രിയെ പോലെ കാലനുമായി പോരാടി ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാനും അവൾ മടിക്കില്ല. എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്താൻ നോക്ക്. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം പണിക്കരെ. പക്ഷേ ഈ കല്യാണം ഒരിക്കലും ഒരു നിർബന്ധത്തിന് വഴങ്ങിയാവരുത്. ആ പെൺകുട്ടി മിഥുനെ പൂർണ്ണ മനസ്സോടെ ഇഷ്ടപ്പെടുകയും പ്രണയിക്കുകയും ചെയ്യണം. ഈ കുടുംബത്തിലെല്ലാവരും അവളെ സ്വന്തം മകളെ പോലെ സ്വീകരിക്കുകയും വേണം. അവൾക്ക് അവളുടെ ഭർത്താവിന്റെ വീട് സ്വന്തം കുടുംബമാണെന്നും അവിടെയുള്ളവർ അവൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നും വിശ്വാസമുണ്ടായാൽ മാത്രമേ നിറഞ്ഞ മനസ്സോടും പരിപൂർണ സന്തോഷത്തോടും കൂടി അവൾ ഈ കല്യാണത്തിന് സമ്മതിക്കൂ. അങ്ങനെ അവൾ സമ്മതിച്ചാൽ ഈ ദോഷം പൂർണ്ണമായും അകന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ലാതെ ഈ കല്യാണം നടന്നാൽ ദോഷനിവാരണം പൂർണ്ണമാകുകയില്ല. അല്ല പണിക്കരെ, സമയം വളരെ കുറച്ചല്ലേ ഉള്ളൂ. ആ പെണ്ണ് സമ്മതിച്ചില്ലെങ്കിലോ? അതാണ് നിങ്ങളുടെ കഴിവ്. നിങ്ങളുടെ മോനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നടന്നേ തീരൂ. മിഥുന്റെ ജാതകദോഷം വളരെ അപകടകാരിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. മനസ്സിലായി പണിക്കരെ. പണിക്കര് പറഞ്ഞതുപോലെ ആ കുട്ടി പൂർണ്ണ മനസ്സോടെ എന്റെ മകനെ കല്യാണം കഴിക്കുന്ന രീതി ഞാൻ നോക്കിക്കോളാം. ആ പെൺകുട്ടിയുടെ പേര് പോലെ അവൾ മിഥുന്റെ ജീവിതത്തിൽ ആകമാനം കാർമേഘങ്ങളെ അകറ്റാനെത്തിയ വെൺമേഘ കീറുകളാണ്. കേട്ടല്ലോ ജയേട്ടാ, ചേട്ടൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആ പെൺകുട്ടി കല്യാണത്തിന് സമ്മതിക്കണം. മിഥുനും ആ പെൺകുട്ടിക്കും കല്യാണം നടക്കണം. ഞാൻ നോക്കിക്കോളാം അരുണിമേ. അരുണിമേ, നീ പറഞ്ഞതുകൊണ്ട് മാത്ര ആദ്യ തവണ കണ്ടപ്പോ തന്നെ മേഘനയും മിഥുനു വേണ്ടി അവരുടെ വീട്ടുകാരുമായി ആലോചിച്ചത്. അവളുടെയും മിഥുന്റെയും കല്യാണം നടത്താൻ നമ്മൾ എന്തൊക്കെ പാടുപെടേണ്ടി വന്നു. ഒടുവിൽ നമ്മളെല്ലാരും വിചാരിച്ച പോലെ മേഘന മിഥുനെ ഇഷ്ടപ്പെടുകയും കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഇടയ്ക്കൊരിക്കൽ ആ ശേഖരൻ വക്കീല് കടന്നു വന്ന് മിഥുന്റെ ജാതകം ചോദിച്ചപ്പോ അവന്റെ മാർക്കണ്ഡേയ ദോഷം അയാൾ കണ്ടെത്തുമെന്ന് ഞാൻ വല്ലാതെ പേടിച്ചു. ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത്. അന്ന് അയാളുടെ കയ്യിൽ നിന്ന് ജാതകം വെള്ളത്തിലേക്ക് വീഴുന്നത് പോലെ നമ്മൾ മനഃപൂർവ്വം ഒരു സീൻ ഒരുക്കിയതും അതുകൊണ്ടായിരുന്നില്ലേ? മോളെ, നിങ്ങളോട് എനിക്കൊരു മിഥുൻ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് മിഥുന്റെ ജാതകം കാണണമെന്ന് പറഞ്ഞിരുന്നല്ലേ?
അന്ന് ബുദ്ധിയോടെ കരുക്കൾ നീക്കി മിഥുന്റെ ജാതകം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടാതെ നോക്കി. എത്ര പ്രയാസപ്പെട്ടാലും ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടിയല്ലോ. ജേട്ടാ, മിഥുന്റെ ബോധം തെളിഞ്ഞൊന്നു ചോദിക്കും. ചോദിക്കാം, വാ. സിസ്റ്ററെ, പറഞ്ഞോളൂ. മിഥുന് ബോധം തെളിഞ്ഞോ? ഇപ്പോഴും ആൾ അൺകോൺഷ്യസ് ആണ്. ബോധം തെളിഞ്ഞാലുടൻ ഞാൻ വിവരം അറിയിക്കാം. മിഥുൻ ഇങ്ങനെ ഒരു ആപത്തുണ്ടായ സ്ഥിതിക്ക് അവളോടും കൂടെ ഒരു വാക്ക് പറയേണ്ടിയായിരുന്നു മേച്ചി. അതിപ്പ വേണമെന്ന് തോന്നുന്നില്ല. പതുക്കെ സമയം നോക്കി പറയാം. അതെ ചെറിയമേ, ഇവിടെ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇനി അവളെ ഒന്നും അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല. നമുക്ക് അവളോട് ഫോൺ ചെയ്ത് വരാൻ പറയാം. എന്നാ പിന്നെ പെട്ടെന്നാവട്ടെ. മാഡത്തിന് ബോധം തെളിഞ്ഞു അല്ലേ? നിങ്ങളുടെ ഭർത്താവിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു. നിങ്ങളുടെ നെറുകയിൽ സിന്ദൂരം തൊട്ട് തന്നിട്ടാ പുള്ളി പോയെ. മാഡം, മാഡം സൂക്ഷിച്ച്. കുഴപ്പമില്ല സിസ്റ്റർ. പുള്ളിക്കാരന് ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും മാഡത്തിന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം പുള്ളി ഇവിടം വരെ വന്നിട്ട് പോയത്. വയ്യാത്ത അവസ്ഥയിലായിരുന്നിട്ടും മിഥുനേട്ടൻ എനിക്ക് വേണ്ടി ഇവിടം വരെ വന്നല്ലോ. മിഥുനേട്ടനപ്പം എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരിക്കണം. ഇത്രയും നാളും ഏട്ടൻ എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ കാര്യമില്ലാതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. അല്ല, എന്റെ ചിന്തകളെല്ലാം തെറ്റായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്ക് എന്റെ മിഥുനേട്ടനെ ഉടനെ കാണണം. അയ്യോ മാഡം, മാഡം. മിഥുൻ, മിഥുൻ. പതുക്കെ പതുക്കെ. നീയോ? മിഥുൻ, ഞാനാ മിഥുൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? ലവ് യു മിഥുൻ. I love you too. നിന്നെ കണ്ടപ്പോഴാ എന്റെ മനസ്സിനൊരു ആശ്വാസമായത്.
മിഥുൻ, നിനക്ക് ആക്സിഡന്റ് ആയി അറിഞ്ഞപ്പോ തൊട്ട് എന്റെ നെഞ്ചിനകത്തൊരു തീയായിരുന്നു. നിന്നെ കണ്ടതിന് ശേഷം എന്റെ ശ്വാസം പോലും നേരെ വീണത്. മഞ്ചരി, നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിനക്ക് വല്ലതും പറ്റിയ പിന്നെ ഞാനുണ്ടാകില്ലെന്ന് നിനക്കറിയില്ലേടാ. മഞ്ജരി, എന്തീ കാണിക്കുന്നത്? നീ ചെയ്തതൊട്ടും ശരിയായില്ല. മോം എന്തേ പറയുന്നേ? വന്നത് മറ്റാരും അല്ലല്ലോ, മഞ്ചരിയല്ലേ? ഞാൻ സ്നേഹിക്കുന്ന എന്റെ മഞ്ചരി, എന്നെ സ്നേഹിക്കുന്ന എന്റെ മഞ്ചരി. ഇതിലെന്താ മോം തെറ്റുള്ളത്? അതുകൊണ്ടല്ലടാ മിഥുനെ, നിന്റെ കല്യാണം കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയല്ലെന്നറിയില്ലേ? പക്ഷെ ആ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ലായിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ നിന്നേ ഉള്ളൂ. മഞ്ചരി ഞാനും തമ്മിൽ എത്ര കാലമായിട്ടുള്ള പ്രണയമാണെന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ എന്താ ഡാഡി ഇങ്ങനെയൊക്കെ? വാട്ട് ഈസ് ദിസ്? രണ്ടാളും ഇങ്ങനെ മിണ്ടാ നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. എനിക്കൊരു മറുപടി താ. എടാ മോനെ മിഥുൻ, കൂൾ. നിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. മിഥുൻ, വാട്ട് ഈസ് ദിസ്? ആന്റി അങ്കിൾ ഏത് സിറ്റുവേഷനിലാ നിനക്ക് എങ്ങനെ ഒരു കല്യാണം നടത്തിയെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നീയും ഇങ്ങനെ സംസാരിച്ച അത് ആന്റി അങ്കിളിനെ വല്ലാതെ ഹേർട്ട് ചെയ്യും. കൂൾ, ഇപ്പൊ ഞാനിങ്ങ് എത്തിയല്ലോ. ഫോൺ ചെയ്തോണ്ടാ ഞാൻ കാര്യം അറിഞ്ഞേ. അതല്ല അരുണമേച്ചി, ഈ അവസ്ഥയിൽ മഞ്ചരി കൂടെ ഉണ്ടാവണമെന്ന് മിഥുനും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ടാ ഞാൻ അവളെ വിളിച്ച് കാര്യം പറഞ്ഞത്. മഞ്ചരി, എന്നായാലും മിഥുൻ നിന്റെ മാത്രം സ്വന്തം. അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല.